ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വെച്ചാൽ ചട്നിക്കറി ഉണ്ടാക്കുന്നതും പിന്നെ ദോശ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഇല്ല, അതൊന്നും വല്ലാതെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടൊക്കെ ഇങ്ങനെ പോയിക്കോളിട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ വന്നോളും. പറയുന്നിടത്ത് എന്തൊക്കെയാണ് നാവിന് ചെറുതായിട്ട് ഉളുക്കൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ വോയിസ് അങ്ങനെ കൊടുത്തു പോകല്ലേ, അതുകൊണ്ട് ചെറുതായിട്ട് ഓരോ മിസ്റ്റേക്കൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് കാര്യങ്ങൾ പറയാമല്ലേ. അപ്പോൾ ഞാൻ പിന്നെ മോളെയൊക്കെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് പിന്നെ രാവിലെ ഞാൻ സുബി നിസ്കാരമൊക്കെ കുഞ്ഞോളെ പറഞ്ഞേക്കുന്നതിന് മുമ്പിനെ കഴിച്ചിട്ടുണ്ട്. അവൾക്കുള്ള ദോശയും ഇതൊക്കെ ചുട്ടെടുത്ത് കാണ്ടി പിന്നെ നമുക്കല്ലേ കറി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തുകൊണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അപ്പോൾ ചട്നി കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്നി കറി ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അത് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ മതപരമായിട്ടുള്ള ആൾക്കാർക്ക് മുസ്ലിങ്ങൾക്ക് 7 നാളത്തെ തസ്ബീഹുകൾ ചെല്ലാനുള്ളതാട്ടോ ഇതിൽ പറയുന്നത്. അത് ഏതൊക്കെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കട്ടോ. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് എന്താണോ, അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി എനിക്ക് അറിയുന്ന കാര്യങ്ങളാട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വല്ല കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഏതായാലും പറയാം. അപ്പോൾ ഞായർ ചെല്ലേണ്ടത് എന്താ വെച്ചാൽ ഞായറാഴ്ചത്തെ ഏതാ ചെല്ലുന്നത് യാ അള്ളാഹു യാ അവലു, അള്ളാഹുവേ ഏറ്റവും ആദ്യമായവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ചെല്ലേണ്ടത് 1000 സൺഡേ ആണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെല്ലിക്കോളൂ കേട്ടോ. മനസ്സിന് ശാന്തി സമാധാനമൊക്കെ തരുന്നത് പഠിച്ചവനാണ്. പിന്നെ അടുത്തത് ചെല്ലാലത് തിങ്കൾ യാ ബാസിത്തു യാ ബാക്കി, അനുഗ്രഹങ്ങൾ വിശാലമാക്കി കൊടുക്കുന്നവനെ, എന്നെന്നും ശേഷിക്കുന്നവനെ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇതും 1000 വട്ടം. അപ്പോഴിതാ ഞാൻ ദോശമാവൊക്കെ ഒന്നുകൂടി ഇതാക്കിയാണ്ട് ഓക്ക് 2 ചുട്ടെടുത്താണ്ട് നമ്മളെ റൈസിൻ്റെ നമ്മൾ ചൂടാറ് പെട്ടിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി പുറത്ത് വിറകടുപ്പ് കൊണ്ടുപോയി കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ ഗ്യാസ് മേലിൽ ഞാൻ ചായക്കില്ല വെള്ളം വെച്ചിട്ടില്ലേനി. അപ്പോൾ ഒരിക്കില്ല സുബിക്കില്ല കുറച്ച് ചായ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. 2 ഗ്ലാസ് ചായ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് തന്നെ ജിതുമോൻ എനിക്ക് വന്നുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചായക്ക് ഉണ്ടാക്കും കേട്ടോ. അവനാണെങ്കിൽ എന്തോ വാശി പിടിച്ച് എന്തിനോന്ന് കരയുന്നുണ്ട് കേട്ടോ. എന്തോ എൻ്റെ കളിക്കോപ്പ് കാണാനില്ലാത്തതുകൊണ്ടാണ് എന്തോ ഒരു പിടിവാശിയിൽ കരയാണ്. അപ്പോൾ ഏതായാലും നമുക്കിനി ചൊവ്വാഴ്ച ചെല്ലാനുള്ളത് എന്താണെന്ന് നോക്കാം കേട്ടോ. യാ ജമീലു യാ ജവാദു, സുന്ദരനും ഉദാരനുമായ അള്ളാഹുവേ, ഇതും 1000 വട്ടാണ് ചെല്ലേണ്ടത് കേട്ടോ. അങ്ങനെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചു അതിലേക്ക് പൊടിയൊക്കെ ഇട്ടിട്ടോ. അപ്പം ഇനി പഞ്ചസാര ജിതുമനെ കാണെടുക്കാൻ കഴിയൂല. ഇതൊക്കെ എടുത്താൽ പിന്നെ അവന് ആകും അതിൻ്റെ ഒരു കിട്ടോ. പിന്നെ അവന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പുറത്ത് വിറകടുപ്പൊക്കെ നമുക്ക് പോകാൻ കേട്ടോ. ട്രൈപ്പോഡും കൊണ്ട് പോകാൻ പിന്നെ നമ്മൾ മദ്രസ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അവൾ കുറച്ച് മുട്ടായി ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനുള്ള ഒരുക്കങ്ങൾ അവളുടെ ഇല്ല. ഞാൻ നിങ്ങളോട് വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ ജിതുമോൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ് എനിക്ക് സ്കൂളുണ്ടോ. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ചട്ടി അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഉമ്മയായിട്ടത് തീ പിടിപ്പിക്കുന്നത്. അപ്പം ഞാൻ കത്തിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ പിടിപ്പിച്ചോളാം, ഞാൻ മാറിക്കാനാണ്. എന്താ പറയാൻ കാരണം വെച്ചാൽ ജിതുമോനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, എന്തെങ്കിലുമൊക്കെ ഓരോരോ ഭയങ്കര കരച്ചിൽ. പിന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ട് ഭയങ്കര കരച്ചിപ്പിക്കണം, എന്നാലേ ഇപ്പം എൻ്റെ റെഡി ആകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു പണിക്ക് അയക്കൂല. അപ്പോൾ ഇനി എന്താ വെച്ചാൽ അടുത്ത് നോക്കലേ ബുധൻ എന്താ ചെല്ലേണ്ടത് ഇതാ യാ ദാഇമു യാ ദാഫിഉ, എന്നെന്നും ശേഷിക്കുന്നവനും
ആപത്തുകളെ തടയുന്നവനുമായ അള്ളാഹുവേ. ഇതൊക്കെ ചെല്ലേണ്ടത് 1000 വട്ടം കേട്ടോ. അപ്പോൾ ഈ അറിയാത്തവരുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ എഴുതി വെക്കട്ടോ. എന്നാൽ അപ്പം ഓരോ ദിവസം ചെല്ലേണ്ടത് അറിയാമല്ലോ. ഇന്നാണെങ്കിൽ കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. പിന്നെ ഈ ദോശ ചുട്ടെടുക്കുമ്പോൾ തന്നെ കുറേ ഞാൻ ഒക്കെ ചുടട്ടെ വിചാരിച്ചു. കാസറോൾ കാർഡ് വെച്ച പിന്നെ കിച്ചൺ നമുക്ക് വേണ്ടിയപ്പോൾ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കത്തിക്കാനും കുറച്ച് ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി വ്യാഴാഴ്ച എന്താണ് ചെല്ലേണ്ടതെന്ന് നോക്കാം. യാഹു യാഹാദി, സ്വയംഭൂവ സന്മാർഗദർശകനുമായ അള്ളാഹുവേ. ഇതും 1000 പ്രാവശ്യം ചെല്ലുക കേട്ടോ. ഇത് വ്യാഴാഴ്ചകളിൽ മാത്രമല്ല, എല്ലാ ദിവസവും ചെല്ലാന്നാണ് ഇത് കാണുന്നത്. അപ്പം അങ്ങനെ ചെല്ലി നോക്കുക. ഇനി കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് ഒന്നുകൂടി പങ്കുവെക്കല്ലേ. ഇന്ന് കിച്ചണിലേക്ക് കുറച്ച് വൈകി വന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് എല്ലാം ആവാനൊക്കെ. നമ്മൾ ഫുഡ് ആവാനൊക്കെ കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 അടുപ്പും ഒരുമിച്ച് കത്തിക്കലാണ്. പക്ഷേ ഇന്ന് പിന്നെ ആൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഫുഡൊന്നും വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരടുപ്പുണ്ട് കഴിഞ്ഞിട്ട് ഈ ഒരടുപ്പിനെ കഴിഞ്ഞിട്ട് മതി എല്ലാം വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു അടുപ്പത്താട്ടോ ചെയ്യുന്നത്. മറ്റൊരു അടുപ്പ് ഇങ്ങനെ ഇതാക്കാനോ അവിടെ വിചാരിച്ചു. അതിൻ്റെ അപ്പുറത്തെ അടുപ്പത്തെ ഇതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചാരക്കൻ്റെ ജിതുമോന് വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് നിരത്തി അങ്ങനെ എനിക്ക് ആക്കും. അപ്പോൾ ഇനി വെള്ളിയാഴ്ച എന്താണെന്ന് ചെല്ലേണ്ടത്. ഇതുവരെ പറഞ്ഞതൊക്കെ 1000 പ്രാവശ്യമാണ് കേട്ടോ ചെല്ലേണ്ടത്. അപ്പോൾ അങ്ങനെ ചെല്ലി നോക്കുക. ഇനി അടുത്തത് ഇനി ശനിയാഴ്ച ചെല്ലേണ്ടത് എന്താ നോക്കുക. വെള്ളിയാഴ്ച എന്താ ചെല്ലേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലല്ലേ. അതെന്താ ക്ഷമിക്കണ്ടോ, മറന്നുപോയി. ഓരോ വർത്തമാനത്തിൻ്റെ ഇടയിൽ കൂടെ ഇത് മാത്രമല്ലല്ലോ പറയുന്നത്, കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ പങ്കുവെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. വെള്ളിയാഴ്ച ചെല്ലേണ്ടതാണ് യാ വഹാബു യാ വാസിഉ. ഇതിൻ്റെ അർത്ഥം ഉദാരനും വിശാലനുമായ അള്ളാഹുവേ. ഇത് 1000 വട്ടം ചെല്ലും. അപ്പോൾ ഇതാ ദോശ ചൂടലൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് ഇവിടെ ചോറിനുള്ള വെള്ളം വെക്കണ്ട. അപ്പോൾ ഇന്നത്തെ ഇതൊക്കെ മാറ്റി മറിച്ച് കൊണ്ടാണ് വെക്കുന്നത്. എന്ന് ഞാനിത് കഴിഞ്ഞാൽ ചായൻ്റെ കടി കഴിഞ്ഞാൽ അപ്പം തന്നെ ചോറിനുള്ള വെള്ളമാണ് ഇവിടെ വെക്കാറുള്ളത്. ഇനി ഇവിടുന്ന് ഞാൻ ആദ്യം കറിക്കും ഉപ്പേരിക്കും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പത്ത് ഞാൻ കറി ആവില്ല. അപ്പോൾ ജിതുമ്മ ഇവിടെ എന്തോ വാശി പിടിച്ച് കറിയുന്നുണ്ട് കേട്ടോ. അവരെന്തോ ഒരു മുട്ടായിക്ക് കല്ലും കൂടിയതാണ് കേട്ടോ. എന്താ സ്വാഭാസം എന്താ പറയുക, ഈ ഒരു മുട്ടായിക്കാണ് അത് കിട്ടിയില്ല, അങ്ങനെയല്ല ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയട്ടോ. അപ്പോൾ ജിതുമോനൊക്കെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ വോയിസ് കൊടുക്കണം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്പു എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ബാഗ് ഞാൻ കേൾക്കിയിട്ടുണ്ടായിരുന്നു. ജിതുമോനെ പറഞ്ഞല്ലോ എപ്പോഴും ഇങ്ങനെ ചളിയാകുന്നത്. അവനാണെങ്കിൽ അവൻ്റെ ബാഗ് ആണെങ്കിൽ ശരിക്കും കൊണ്ടെടുക്കില്ല. അതൊക്കെ വേണം ഞാൻ അതിൻ്റെ പിന്നാലെ നടക്കാൻ, എല്ലായിടത്തും കൊണ്ടിടാൻ എല്ലാ ചളിയിലും. അപ്പോൾ പിന്നെ ഓരോ ആഴ്ചക്കും പിന്നെ അവൻ്റെ ബാഗ് ഇങ്ങനെ കേൾക്കേണ്ടി വരും. അപ്പോൾ ഒരു ശനി ഞായർ ഒഴിവുണ്ടാകുമ്പോൾ ഇത് പറ്റുള്ളൂ. അതൊന്ന് ഉണക്കി ഡ്രൈ ആയി എടുക്കും വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ അത് ഉണക്കി കഴിഞ്ഞു. സാധാരണ ഞാൻ കഴുകി പിന്നെ അത് വാഷ് മെഷീനിൽ വെച്ച് കണ്ട് ഉണക്കി കഴിഞ്ഞു. അപ്പോൾ അത് ഇവിടെ റൂമിൽ കൊണ്ടിക്കാണ്ട് കൊളുത്തിലിട്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ്ട് ഫാനിൻ്റെ കാറ്റും കൊണ്ടാണ്ട് ഡ്രൈ ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി അടുത്തത് എന്താ വെച്ചാൽ ശനിയാഴ്ച അല്ലേ, ശനി ചെല്ലാനുള്ളത് എന്താണെന്ന് നോക്കട്ടോ. അപ്പോൾ ഈ പറയുന്നതൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, വേറോടി ശ്രദ്ധിച്ച് കണ്ട് ഇങ്ങനെ പറഞ്ഞെന്ന് പറയരുത്. ശനിയാഴ്ച ചെല്ലാനുള്ളതാണ് യാ ബാക്കി യാ സാക്കി, എന്നെന്നും ശേഷിക്കുന്നവനും പരിശുദ്ധനുമായ അള്ളാഹുവേ. ഇതും 1000 വട്ടം ചെല്ലുക. അപ്പോഴിതാ 7 നാളത്തെ തസ്ബീഹുകളും ഞാൻ പറയാലോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ദിവസം പോകണങ്ങൾക്ക് ചെല്ലി നോക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ ഒരു ലോകത്ത് മാത്രം വിചാരിച്ചുകൊണ്ട് അത് ചെല്ലാതിരിക്കുക. പരലോക ജീവിതം കൂടി ആസ്വദിച്ചുകൊണ്ട് ചെല്ലട്ടോ. പരലോക ജീവിതം പറഞ്ഞാൽ ആസ്വദിക്കാനായിട്ടില്ല. പക്ഷേ അത് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വല്ലതും ഉണ്ടാക്കിയിട്ട് വേണ്ടേ. ആസ്വദിക്കാനായിട്ടില്ല അങ്ങനെയും പറയാൻ വയ്യ. എപ്പോൾ വേണമെങ്കിലും അങ്ങനെ സംഭവിച്ചേക്കാം. അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പം അങ്ങനെ നിങ്ങൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ഓതിയിട്ട് കാര്യമില്ല, നിങ്ങൾ നോൻപെടുത്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നവരോട് ഇതാണ് പറയാനുള്ളത്. അതൊക്കെ പിന്നെ കിട്ടിയിട്ട് വേണം. എനിക്ക് പറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞവരൊക്കെ ഉണ്ട്. അത് ആരാണെന്ന് ഞാൻ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നില്ല. അത് നമ്മളെ കഥകളും അവസ്ഥകളും മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തർ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ലോകം കണ്ടുകൊണ്ട് ഈ ഒരു ലോകത്ത് ബന്ധം വല്ലതും ഉണ്ടോ? എപ്പോഴാണെങ്കിലും മരണം സംഭവിച്ചേക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് കൂലി കിട്ടണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേ മതിയുള്ളൂ. അല്ലാതെ വെറുതെ പോയാൽ സ്വർഗം കിട്ടൂല. അപ്പോഴിതാണ് പണി എടുത്തിട്ടാണ് കൂലി. അപ്പോൾ കൂലി അള്ളാഹുവാണ് തരുന്നത്. അപ്പോൾ നമ്മളെ അമൽ സ്വീകരിക്കുക ഇല്ല എന്നൊക്കെ അത് പഠിച്ചവൻ്റെ അടുത്തുള്ള കാര്യങ്ങളാണ്. അമൽ സ്വീകരിക്കണമെങ്കിലൊക്കെ അള്ളാഹുവായിട്ട് കൂടുതൽ അടുക്കുക, അത്രേ പറയാനുള്ളൂ. സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് സമാധാനം കിട്ടുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് നമ്മളെ
പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നുണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ എന്താ പറയല്ലേ, അപ്പോൾ അതിന് കൂലി തരുന്ന അതാ നമ്മൾ സ്വർഗ്ഗമാണ് നരകോ എന്താണ് നമ്മൾ നരകത്തിലാണെന്നൊക്കെ നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. ഇത് ഇവിടെ ഇങ്ങനെ ഈ ലോകത്ത് വിചാരിച്ച് നിന്നാൽ നമ്മൾ നരകത്തിലാണ് എന്നൊക്കെ വിചാരിച്ച് നിന്നാൽ പിന്നെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിന്നാലേ ഈ ലോകത്ത് എന്താണ് ജീവിച്ച് ഇരിക്കാനും ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് ജീവിതം നടക്കൂല. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് കരുതി പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ നമ്മളതൊക്കെ സമാധാനം നഷ്ടപ്പെടും. പിന്നെ ഉത്തരം കിട്ടാഞ്ഞാൽ പിന്നെ നമ്മളെ ഈമാനും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പരലോകത്ത് എന്തായാലും ഒരു ജീവിതം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കാണ്ട് നമ്മൾ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകട്ടോ. അപ്പോൾ പിന്നെ ആ ലോകത്ത് എന്തുമില്ല, അങ്ങനെ ഇല്ല, അതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്നൊക്കെ പറയുന്നവർക്ക് പിന്നെ എന്തും ആകാമല്ലോ. അപ്പോൾ അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ ആ ഒരു നിരീക്ഷവാദത്തിലേക്ക് കൊണ്ടുപോകും നമ്മൾ വിശ്വാസമില്ലായ്മയ്ക്ക്. അപ്പോൾ നമ്മളെ വിശ്വാസം എങ്ങനെ നമ്മൾ രക്ഷിക്കേണ്ടത് വെച്ചാൽ ആ ഒരു വിശ്വാസത്തിൽ കൂടെ അങ്ങനെ പോകുക. അതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് കമൻറ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഈ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.